ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എണീക്കുമ്പോൾ തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് ആയിട്ടോ എണീക്കുമ്പോൾ. കാരണം അവന് ഉറങ്ങുമ്പോൾ തന്നെ നന്നായി ലേറ്റായി. 4 മണിക്ക് പുലർച്ചെ 4 മണിക്കൊക്കെ ആയിട്ടോ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവന് ഞാൻ ആട്ടി 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 അവൻ ഉറക്കണത് ചില ദിവസങ്ങളിൽ മാത്രം, എപ്പോഴും ഇല്ല. ചില ദിവസങ്ങൾ അവൻ കുഴപ്പമില്ലാണ്ട് സെറ്റായിട്ട് ഉറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അറിയാലോ, തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചേട്ടൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എണീക്കണം, ചേട്ടൻ വരുന്നത് കൊണ്ട് നേരത്തെ എണീക്കണം എന്ന് പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ പ്ലാനൊന്നും നടന്നില്ല കേട്ടോ. പോയി പല്ലേക്കിടി എടി പല്ലേക്കിടി കിടി 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 പല്ലേക്കാൻ വാ വാ നല്ല ചായ തരല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മ. ഞാൻ പല്ലേച്ചു, ഇനി നീ വരുന്നില്ലേ പല്ലേക്കാൻ? മാം പല്ലേക്കാണ് എനിക്ക് ചായയും തരില്ല, ഒരു സാധനം തരില്ല കേട്ടോ. വേണമെങ്കിൽ വാ. നമ്മുടെ ചെക്കൻ ഇവിടെ ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ അവനെ ഫീഡ് ചെയ്തിട്ട് ഉറക്കിയിട്ടാണ് എണീറ്റത് കേട്ടോ. അവനെ കുറേ തലോണകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേണം. അത് നമ്മൾ എന്താ പറയുക, അടുത്തൊരാളുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്ക് തലോണ 2 സൈഡിലും തലോണ വേണം. തലയിൽ തലോണ ഇല്ലെങ്കിലും ആൾക്ക് വലിയ സീനില്ല കേട്ടോ. അങ്ങനെ അതെ, സെറ്റായിട്ട് ആൾ ഉറങ്ങുന്നുണ്ട്. ഇനി എണീപ്പിക്കണ്ട, ആൾ കിടന്നുറങ്ങിക്കോട്ടെ. അപ്പോൾ എൻ്റെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ മോർണിംഗ് ഞാൻ ഒരു സ്മൂത്തി ഉണ്ടാക്കണത് കേട്ടോ. അത് മോർണിംഗ് വെറും വയറ്റിലാണോ കഴിക്കേണ്ടത്, ചായയുടെ കൂടെയാണോ കഴിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ദേ സ്മൂതി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ് കേട്ടോ. ഇത് നേന്ത്രപ്പഴം ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് എടുത്തില്ല. കാരണം നല്ല വലിപ്പമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പകുതി ഞാൻ മ്യൂസിനും കൊടുത്തു കേട്ടോ. അപ്പോൾ മ്യൂസ് അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക്. അമ്മമ്മ അവിടെ ആ സമയത്ത് പണിയിലായിരുന്നു, അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, സ്മൂത്തി ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കേണ്ടതാണോ അതോ എന്താ പറയുക ഭക്ഷണം കഴിക്കണേക്കാൾ മീൻസ് ചായ കുടിക്കുന്നേക്കാൾ മുന്നേ കഴിക്കുന്ന സംഭവമാണോ ഇന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്കൊന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് ഒരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9th മന്ത് വരെ എല്ലാവരും എന്നോടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ നന്നായി നന്നായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 28 ഡെലിവറി കഴിഞ്ഞ് 28 വരെ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 28ന് ശേഷം കാണുന്നവരെല്ലാവരും എന്നോട് പറയണത് ക്ഷീണിച്ചു 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 എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ പോലെ തോന്നുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്ത് നോക്കാം. പക്ഷെ അത് എത്ര നാളുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ 2 ദിവസമൊക്കെ വലിയ ആവേശത്തിൽ ഞാൻ ചെയ്യുമെങ്കിലും ചിലപ്പോൾ ഞാനത് 2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യത്തിൽ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും എന്തേ ഇന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം എത്ര നാളുണ്ടാവും എന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഞാൻ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അര നേന്ത്രപ്പഴമാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുരു കളഞ്ഞിട്ട് ഒരു 5 ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പൂൺ എന്താ പറയുക പീനട്ട് ബട്ടറും പിന്നെ കുറച്ച് പാലും കേട്ടോ. എനിക്കിതിൻ്റെ കറക്റ്റ് അളവ് അറിയില്ല. ഇനി ഇത് കട്ടിയിലാണോ കുടിക്കേണ്ടത്, അതുപോലെ തന്നെ സാധാരണ നമുക്കിങ്ങനെ ഷെയ്ക്ക് കുടിക്കണ പോലെ അങ്ങനെയാണോ കുടിക്കേണ്ടത്, അതിനെ പറ്റിയിട്ട് കറക്റ്റ് എനിക്കറിയില്ല. എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിതേ നമ്മുടെ സ്മൂത്തി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനയിൽ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. യെസ്, ഹിസ് ബാക്ക്. ഇപ്പോൾ ചേട്ടൻ എത്തിയിട്ടുണ്ട്, ചേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് പെട്ടെന്നായിരുന്നു കേട്ടോ ലീവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ ഏപ്രിൽ വരാമെന്നായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ലീവ് കിട്ടിയപ്പോൾ പിന്നെ എന്തായാലും വരാം. 10 ദിവസത്തിനാട്ടോ വന്നിട്ടുള്ളത്. ജനുവരി 15-ാം തീയതി ഇന്നലെയാണ് ആളെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. നൈറ്റ് ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 10:30 10:45 കൂടി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരും. എപ്പോഴാണ് വരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം 9:45 ഞാനൊരു 9 മണിക്ക് ആയപ്പോഴാണ് എണീറ്റുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഫുഡ് അടിയും മീൻസ് സ്മൂത്തി കഴിച്ചിട്ടുണ്ട്. ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. സ്മൂത്തി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണോ, നല്ല റിസൾട്ട് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സെറ്റ് ആവണം എന്ന് വിചാരിച്ചു കേട്ടോ.
നമ്മൾ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ തടി വെക്കാനായിട്ട് ഞാൻ ഇത് ചെയ്യുക അത് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ദേ ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 മാസമായിട്ടോ, 10-11 മാസമായിട്ടുണ്ട് കണ്ടിട്ട്. ഞങ്ങൾ മാർച്ച് 25-നൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ആ ദിവസം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോൾ വരും എന്നെനിക്കറിയില്ല. ഇതുവരെയും വിളിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എണീറ്റിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ക്ഷീണമായ കാരണം ഞാൻ വിളിക്കാനും പോയിട്ടില്ല കേട്ടോ. എന്തായാലും ആൾ എനിക്കും എന്തായാലും വിളിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ചേട്ടൻ വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നീണ്ട 10-11 മാസങ്ങൾക്ക് ശേഷം ചേട്ടൻ എത്തി. അപ്പോൾ ചേട്ടൻ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. കാരണം ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ വരണ സമയത്ത് നമുക്ക് ഒരുമിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്യാം, മീൻസ് ഉണ്ണിയായിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കും കൊണ്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര ധൃതിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാര്യങ്ങളവിടെ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് കുറച്ച് ധൃതിയിലാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതേ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത് ലിൻഡോ എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്യണോ. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു എന്തുട്ടേലും കട്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്തു. അപ്പം ലിയാൻ ബേബി എന്ന് വെച്ചാൽ ഭയങ്കര ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള വാശിയായിരുന്നു അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ വന്ന് ഞങ്ങളൊരു 10-15 മിനിറ്റ് അല്ല, ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാശിയായിരുന്നു, കരഞ്ഞങ്ങോട്ട് പൊളിക്കായിരുന്നു അവൻ. കാരണം ഫീഡ് ചെയ്തിട്ട് ഞാൻ അവനെ അവിടെ എന്തോ തട്ടിക്കെടുത്തിയിട്ട് ഞാൻ പോയി. അങ്ങനെ ചെയ്യാറില്ല ഞാൻ. അങ്ങനെ തട്ടിക്കെടുത്തി പോകണമെന്ന് ഭയങ്കര സങ്കടമാണ്. അവനെ അങ്ങനെ കൂടെ ഇരുന്ന് തട്ടി ഇങ്ങനെ നിൽക്കണം. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കേക്ക് മ്യൂസിനും ചേട്ടൻ എനിക്കും ഞാൻ ചേട്ടനൊക്കെ കൊടുത്തു. ചെക്കനെ പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മ്യൂസിന് കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു, എല്ലാവർക്കും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് മൂക്കുത്തിയായിരുന്നു കേട്ടോ. 2 ടൈപ്പ് മൂക്കുത്തിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളിത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ചേട്ടൻ പോയി. ഒരു ഈവനിങ് ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ആൾ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റാണ് ആൾ വന്നത്. ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോഴാണ് ആൾ വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആളുടെ വീട്ടിൽ പോയി അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വല്യമ്മയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വല്യമ്മയുടെ മോൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റി പക്ഷേ സർപ്രൈസ് ആയിരുന്നു, വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് ഡേറ്റിനാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വീടിൻ്റെ ലൊക്കേഷൻ പറയാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയും അതുപോലെ തന്നെ വല്യമ്മയുടെ മോനും കുറച്ച് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മോനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഇതിന് ശേഷം അടിപൊളി വീഡിയോസായിട്ട് എന്തായാലും ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ.